ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകും. കാണിപ്പായിരിക്കുന്ന ദേശം എവിടാ? ഞാനൊന്നും അറിയത്തില്ല. പറഞ്ഞോ? ഇല്ല, അന്നേരം പറയുന്നില്ല. കാണിപ്പായിരിക്കുന്ന ദേശം. അപ്പം ഒരു കാര്യം ഓർത്തോണേ, വിശ്വാസം ഇതാണ്. എങ്ങോട്ട് അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, വിളിക്കപ്പെട്ടാറെ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. അതുകൊണ്ടാണ് അബ്രഹാം ഇന്നും വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത്. വിളിച്ചപ്പം എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പോയി. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 12:2 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അവിടെ കർത്താവ് പറയാണ്, അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ? അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ? അനുഗ്രഹിക്കണം. നമുക്ക് വലിയ പാടാണ്. നമ്മളിപ്പം ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ അനുഗ്രഹിക്കാൻ, കണ്ണി നോക്കി അനുഗ്രഹിക്കുക എന്ന് പറയാവും. ഭർത്താവിന് രാവിലെ പറയാം, അച്ചായനെ ദൈവം ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം. ഭയങ്കര പാടാണ് കണ്ണി നോക്കി പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എല്ലാവരും പരസ്പരം ഒന്ന് അനുഗ്രഹിച്ചേ. ശരിക്കും കണ്ണി നോക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. മനസ്സുകൊണ്ട് പറയണം, ദൈവം ഞങ്ങളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ, കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ, പഠിത്തത്തെ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. 3-4 പേരെ ഒന്ന് അനുഗ്രഹിച്ച്. നമ്മുടെ അനുഗ്രഹത്തിന് ഭയങ്കര ശക്തിയാണ്. അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ, ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണം. സഭയെ അങ്ങ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എപ്പം കണ്ടാലും എന്തോ പറയണം? എപ്പം കണ്ടാലും തമ്മിൽ കാണുമ്പോൾ എന്തോ പറയണം? ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു എന്ന് പറയണം. നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര? 80. ഇന്നലെ 70. ഇന്ന് 80. ഇത്രയില്ല, അത്രേ ഉണ്ട്. എന്നാൽ തരത്തില്ല, മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അവരെന്ത് ചെയ്തുകൊണ്ട് പോവും? മേടിച്ചുകൊണ്ട് പോകും. എന്നാൽ 100 രൂപ കൊടുത്തിട്ട്, മോനെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ 30 തിരിച്ചു തരും. മനസ്സ് നിറഞ്ഞൊന്ന് പറഞ്ഞു വൈകെ, കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അവൻ 10 രൂപ തിരിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയൊരു വഴിയാണ് എന്ത് ചെയ്യാൻ? അനുഗ്രഹിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? കടയിൽ പോയി സാധനം മേടിച്ചാലും എന്താ പറയണം? ദൈവമക്കളുടെ ഒരു ട്രേഡ് മാർക്കായിരിക്കണം. കടയിൽ പോയി സാധനം മേടിച്ചാലും, ഒരു മീൻകാരൻ്റെ മത്തി മേടിച്ചാലും പോകുമ്പോൾ എന്തോ പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം ഒന്ന് പറഞ്ഞേ. നല്ലപോലെ പറ. നല്ല ഭാഷ പറയാൻ കുറച്ചുകൂടെ ഗോഡ് ബ്ലസ് യു പറയുന്നതിനെക്കാട്ടും യുക്തിമാണ് നമ്മുടെ ഭാഷ പറയുന്നത്. ദൈവം താങ്കളെ, ദൈവം കുഞ്ഞിനെ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. അപ്പം പരസ്പരം അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? ഇന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ 10 പേർക്ക് കൈ കൊടുത്ത് എന്തോ പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറയുമോ? ആരെ കണ്ടാലും എന്തോ പറയണം? ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ഭൂമിയിലെ സകല വംശങ്ങളെക്കാളും വലുതായി തീരും എന്ന് പറയുകയാണ്. എന്നിട്ട് അബ്രഹാം പുറപ്പെട്ടു. 75 വയസ്സായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. 12:10 ദേശത്ത് എന്തോ ഉണ്ടായി? ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ, മുമ്പോട്ട് പോട്ടെ, ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. അബ്രഹാം എവിടെ പോയി? മിസ്രൈം പോയി. ഇവിടെ വലിയൊരു കാര്യം ഉണ്ടായേ. മിസ്രൈമിൽ പോയി ഇരിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ആരായിരുന്നു? സുന്ദരിയായിരുന്നു. അപ്പം അവിടെ ഒരു കാര്യം കണ്ടു. മിസ്രൈമർ അവളെ സുന്ദരി എന്ന് കണ്ടു. 12:15 ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. അടുത്തത്, ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. അങ്ങനെയല്ലേ? ഫറവോൻ്റെ മുമ്പാകെ അവളെ, സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. ഞാനതിനെ ഇങ്ങനെ പറയും, ഫറവോൻ്റെ അരമന, പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മന്ത്രിസഭയാണ്, പ്രഭു സദസ്. അപ്പം വളരെ കൃത്യമായിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ എന്തോ നടക്കുക? പ്രഭുക്കന്മാരുടെ അടിയന്തര മീറ്റിംഗ് നടക്കുക, മന്ത്രിസഭാ യോഗം നടക്കുക. എന്തെല്ലാം ചർച്ചയുണ്ട്? പഞ്ചവത്സര പദ്ധതി, അടിയന്തരമായ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിവാരണം, ലൈഫ് ലൈൻ, പിന്നെന്താണ് വീട് പദ്ധതി. ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ഓരോ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു, സുന്ദരിയായ ഒരു സ്ത്രീ നാട്ടിൽ വന്നിട്ടുണ്ട്. ഫറവോൻ പറഞ്ഞു അടിയന്തര പ്രമേയം. പിന്നെ സഭ നിർത്തിവെച്ചു, പിരിച്ചുവിട്ടു, സഭ പിരിച്ചുവിട്ടു. ആര്? ഫറവോ. ആര് വന്നു? ഇത്രയും കോന്തന്മാർ നാട് ഭരിച്ച എന്തോ സുന്ദരി എവിടെ വന്നു? സഭ നിർത്തിവെച്ചു. ഫറവോൻ്റെ പ്രഭുക്കന്മാർ സബ്മിഷൻ ഉന്നയിച്ചു. ഫറവോ അറിഞ്ഞു ഒരു സുന്ദരി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഫറവോൻ്റെ പ്രഭുക്കന്മാർ അവളെക്കുറിച്ച് എവിടെ പ്രശംസിച്ചു? ഫറവോൻ്റെ അരമനയെ.
കണ്ടോ, കൊട്ടാരത്തിൽ സംഭാഷണം ഇപ്പോൾ ആരെക്കുറിച്ചാണ്? സ്ത്രീകളെക്കുറിച്ച്. ഉടനെ അവളെ വരുത്താൻ പറഞ്ഞു, അരമനയിൽ പോകേണ്ടി വന്നു. അവിടുന്ന് ദൈവം ഈ അബ്രഹാം അതിനെ അനുവദിച്ചു. മനസ്സുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ആരാന്ന് പറയണം? പെങ്ങളാന്ന് പറയണം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ടായി. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഈ സാറ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം എന്ത് ചെയ്തു? ദണ്ഡിപ്പിച്ചു. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കണം. ഈ സാറ ആരുടെ വകയാണ്? അബ്രഹാമിൻ്റെ വകയാണ്. അബ്രഹാമിൻ്റെ വകയായ സാറ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എന്തുണ്ടായി? ദണ്ഡനം ഉണ്ടായി. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും? ദണ്ഡനം ഉണ്ടാകും. ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ കുറച്ച് പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് സംവാദിച്ചപ്പം പറഞ്ഞു, എന്തോ പ്രശ്നമായി, ഇത് എന്തോ ഒന്ന് ക്രമീകരണം ചെയ്ത് അതിനകത്ത് മാറ്റാൻ വരും. അങ്ങനെ വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോയോ വല്ലതും അങ്ങനെ ബന്ധം വല്ലതും ഉണ്ടോ? സത്യമായിട്ടും എനിക്കില്ല. വേറെ വല്ലതും ഫോട്ടോയൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്ത വല്ലതും? അതൊക്കെ ഉണ്ട്. ഡിലീറ്റ് ചെയ്യും, നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് പോയി നോക്കിയപ്പം ബ്ലഡ് റിസൾട്ട് എന്തായി? നോർമലായി. അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു, ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും? ദണ്ഡനം ഉണ്ടാകും. ഞങ്ങളുടെ അപ്പ വെളിപ്പാട് കിടന്ന് കണ്ടിട്ടുണ്ട്. കിണ്ടി, മൊന്ത, ഉരുളി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി വല്യപ്പൻ്റെയൊക്കെ അപ്പുറത്ത് പിടിച്ച് വെച്ചതാ. ആവശ്യമില്ലാത്ത ഒരു മൊന്ത പോലും എവിടെ ഇരിക്കരുത്. ചിലരുടെ ഉണ്ട്, വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യത്തില്ല? വായിക്കാനെടുത്തൊരു പുസ്തകം പോലും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. വേണ്ടാത്ത വല്ലവരും തന്ന ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യരുത്? വച്ചേക്കരുത്. ചിലപ്പോൾ ആരെങ്കിലും തന്ന ചിരടോ മറ്റേതോ മറിച്ചതോ ഇതൊന്നും എവിടെ വെച്ചേക്കരുത്? വീട്ടിൽ വെച്ചേക്കും. നമുക്ക് വേണ്ടാത്ത ഒന്നും നമ്മുടെ കയ്യിൽ വേണ്ട. എന്തോ മാറും? ദണ്ഡനം മാറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഈ കുട്ടി അവിടെ ഇരുന്നതുകൊണ്ട് ഫറവോയുടെ വീടിനകത്ത് എന്തുണ്ടായി? ദണ്ഡനം ഉണ്ടായി. പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ. ഇത് പിന്നെ വേറെ സ്ഥലത്തും കാണുന്നുണ്ട്. എവിടെ നിന്നറിയാം? അബീമേലെക്ക് അവിടെയും പോയി. അവിടെ എന്തുണ്ടായി? പ്രശ്നമുണ്ടായി. അപ്പോൾ നമുക്ക് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കാണരുത്. ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ അമ്മച്ചി അങ്ങോട്ട് പോയപ്പം പായസം കൊടുത്തു വിട്ട പാത്രം വീട്ടിലിരിപ്പുണ്ടോ? ചെറിയ വല്ലവരും നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ കൊടുത്തു വിട്ട പാത്രം അവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് പോയിട്ട് തപ്പണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്ത് ചെയ്തേക്കണം? കൊടുത്തേക്കണം. ഒരു ഘട്ടം കഴിയും. സത്യം പരമാർത്ഥാണ്. അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ വെക്കരുത്, വീട്ടിൽ വെക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയി വരുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ മേടിച്ചു കൊണ്ട് വെക്കും. കലയാ മറ്റേതാ മറിച്ചതാ. നമുക്ക് വേണ്ടാത്ത ഒന്നും എവിടെ ഇരിക്കരുത്, നമ്മുടെ വീട്ടിൽ ഇരിക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്. എന്തോ ഉണ്ടാകും? അങ്ങനെ ഉണ്ടെങ്കിൽ ദണ്ഡനം ഉണ്ടാകും. ദണ്ഡനം വരുത്തുന്ന ഒന്നും വെക്കരുത് കേട്ടോ. ദണ്ഡനം വരുത്തുന്ന ഒന്നും വെക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്, ശരിക്കും പ്രാർത്ഥിച്ച്. ശരിക്കും പ്രാർത്ഥിച്ച്. എൻ്റെ പൊന്നോമനെ കുഞ്ഞുങ്ങളോട് പറയാ, ആവശ്യമില്ലാത്തൊന്നും ദേഹത്ത് കെട്ടി കൊണ്ട് നടക്കരുത്. കൂട്ടുകാർ തന്നാന്നും പറഞ്ഞ് വേണ്ടാത്തൊന്നും വീട്ടിൽ കയറ്റരുത്. എന്താ ഉണ്ടാകും? ദണ്ഡനം ഉണ്ടാകും. ഫറവോയുടെ അരമനയിൽ പോകേണ്ടി വന്നു. അവൾ നിമിത്തം അവിടെ എന്താ ഉണ്ടായി? ദണ്ഡനം ഉണ്ടായി. നമ്മൾ വളരെ സൂക്ഷിക്കണം, വേണ്ടാത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇരിക്കാതെ. 13-ാം അധ്യായം. ലോത്ത് അബ്രഹാമും ലോത്തും ഉണ്ട്. ഈ സ്വത്തെല്ലാം ആരുടെയാണ്? ലോത്തിൻ്റെയാണ്. സ്വത്തെല്ലാം ആരുടെയാണ്? ലോത്തിൻ്റെയാണ്. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി? വഴക്കുണ്ടായി. എന്തുകൊണ്ട്? അത് അടിവരയിട്ടെ. എന്തുകൊണ്ട്? 6-ാം വാക്യം. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ. അടുത്തത്, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞേ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ക്രൈസ്തവ സഭാവഴക്കുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. എല്ലാം എന്തിൻ്റെ പേരില്ല? സമ്പത്തിൻ്റെ പേരില്ല. സമ്പത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ വഴക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല.
പലയിടത്തും ഇപ്പോൾ ഡിവോഴ്സ് നടക്കാൻ കാര്യം, വഴക്കുണ്ടാകാൻ കാര്യം 2 പേർക്കും എന്തോ ഉണ്ട്, ശമ്പളമുണ്ട്. 2 പേർക്കും ശമ്പളം ഇല്ലായിരുന്നെങ്കിലോ വഴക്കുണ്ടോ? ഇല്ല. സമ്പത്തിൻ്റെ പേരിൽ എന്തോ ഉണ്ടാക്കരുത്, സമ്പത്ത് കൂടുന്ന. ഈ സഭാ ഫണ്ടിൽ ഒത്തിരി പൈസ മിച്ചം വരരുത്. മിച്ചം വന്നാൽ അവർ പറയും ആ പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്യും, ഈ പൈസ ഇങ്ങോട്ട് ആക്കണ്ട. അത് എടാ, ഈ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മുട്ടയിൽ നിന്ന് കർത്താവ്. ഫണ്ട് കെട്ടിക്കിടന്നാലും എന്താ പ്രശ്നമാണ്. ഫണ്ട് വരണം, അതിലൊരു ആവശ്യം കാണും, ഫണ്ട് പോവും, അടുത്ത ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ സമ്പത്തുണ്ടായതിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ച് മറപ്പാൻ കഴിഞ്ഞില്ല. അയർലൻഡിൽ പോയി, ദേശം പറയാൻ പാടില്ല, എനിവേ ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കസിനെ എന്നെ കൊണ്ടുപോയി. എന്നെ കസിനെ അവിടെ കൊണ്ടുവന്നു. എനിക്ക് അവിടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട. ഒരു മലയാളിയായ ഒരു ദൈവദാസനെ അവരുടെ സഭക്കാരും വിദേശത്ത് കൊണ്ടുപോകുമ്പോൾ ശുശ്രൂഷ നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? അല്ല, നമുക്ക് വേണ്ടിയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താൻ എൻ്റെ സമയമുണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കസിന് ചർച്ചോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. അവിടെയുള്ള പിള്ളേർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും അവർ പറയുന്നുണ്ട്. പാർഷ വന്നിട്ടുണ്ട്, ഹോള് പണിക്ക് വേണ്ടിയുണ്ട്, പാർഷയെ സഹായിക്കണം, ഇന്ന ആവശ്യത്തിനെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ അവിടെ കൊടുക്കും, അവരതെല്ലാം ഇങ്ങോട്ട് അയക്കും. അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ഭാര്യയും ഭർത്താവും കൂടെ. അതിന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തണുപ്പാണ്, അവിടുത്തെ തണുപ്പല്ലേ, എന്നെ അങ്ങ് വിറയ്ക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നോ ഹീറ്റല്ലേ? അപ്പം പിള്ളേരും വന്നു, പിള്ളേരും തണുക്കുക. അപ്പോൾ ഹീറ്റ് തന്നെ ഓണാക്കാൻ എന്നെ അങ്ങ് തണുക്കുന്നു, എനിക്ക് തണുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവിടുത്തെ ആ ഒരു പ്രത്യേക ആ ഒരു സ്ഥലത്ത് ടോപ്പപ്പ് ചെയ്യുകയാണ് ഗ്യാസ് കൊണ്ടുവന്നത്, ഹീറ്ററിൻ്റെ ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുക. ഈ പ്രീപെയ്ഡായിട്ട് ടോപ്പപ്പ് ചെയ്യുക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇവർ പൈസ കൊടുത്തിട്ട് അവർ ടോപ്പപ്പ് ചെയ്യും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവൻ ചെയ്തില്ല. അപ്പം ഇവൻ്റെ ടേണാണ്, അതുകൊണ്ടാണ് ചെയ്യാൻ. എന്നെ വിറച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വല്ലതും കഴിച്ചു ഈ പിള്ളേർ? അതുപോലും ശരിക്കും മേടിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിൻ്റെ പൈസ കൊടുത്തത്. ഇവർ തമ്മിൽ തല്ലുക, പൈസ. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. അവൻ്റെ അപ്പന് അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല. ഇവിടെ അപ്പന് അസുഖം വന്നപ്പം അവൻ പൈസ അയപ്പിച്ചില്ല. 2 അപ്പന്മാരും അറ്റാക്ക് വന്ന് ചത്തു. ചത്തു. പിന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വരി നിങ്ങൾ തമ്മിത്തല്ല. എനിക്കൊക്കെ ദേഷ്യം വന്നു. ഒന്നാ എന്നെ തണുക്കുകയാണ്, തണുത്ത് മക്കളെ. അപ്പോൾ എന്നെ കൊണ്ടുപോയി കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു ചെവിയിൽ, അവളെ സപ്പോർട്ട് ചെയ്തു. ഇത് ശരിയാകുന്ന കേസല്ല, ഗുണം പിടിക്കത്തില്ല. അവളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് പൈസ തരുന്ന അവളാ, നമുക്ക് കിട്ടുന്ന മേടിച്ചിട്ട് പോവാ, ഇത് ശരിയാകത്തില്ല. അതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും കരി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു താഴെ പോകും. ഇവിടെ ഹോള് ഈ പൈസ കൊണ്ട് മോളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ എന്നും പ്രാർത്ഥിച്ചോണം, വേണ്ടാത്ത പൈസ കൈ വരികയും ചെയ്യരുത്. വേണ്ടാത്തവരുടെ പൈസയും വരരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പൈസ വേണം, അത് വേറെ കാര്യം, കാരണം കാര്യങ്ങൾ നടക്കണ്ടേ. പക്ഷേ വേണ്ടാത്ത പൈസ എന്ത് ചെയ്യണ്ട. ചില പൈസ വരരുത് മക്കളെ, ചില നന്മ വരരുത്, അത് അഴുക്കാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഓടും, എനിക്കിവിടെ പൈസ വേണ്ട. തന്നെ ഞാൻ കലിച്ചു. എന്നെ വിറച്ചില്ലേ? അത് ദേവദാസനല്ലേ? നിങ്ങൾ എന്തോ ഈ പറഞ്ഞേ? എനിക്കൊരു വിലയില്ലേ? എന്നാ ഞാൻ പറഞ്ഞു, ഈ പിള്ളേരെ വിറപ്പിച്ചു, അതിലൊക്കെ ഉപരി എന്നെ വിറപ്പിച്ചു. നിങ്ങളെ രണ്ടിനെയും താമ്പൂരം പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെരുപ്പൂരി അവിടെ കൊട്ടിയിട്ടിട്ട് ഇങ്ങനെ പോന്നു. അഹങ്കാരം, പൈസയുടെ പേരും പിള്ളേരെ പട്ടിണി കിടന്നു. സംഭവിച്ചു കേൾക്കണോ? അടുത്ത ദിവസം 2 കൂടെ വഴക്കുണ്ടാക്കി. ഒച്ച മുത്തപ്പോൾ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ ഡിപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനികൾക്ക് കൊടുത്തു. തീർന്നേ. എന്തിൻ്റെ പേരില്ല? സമ്പത്ത്. സംഭവങ്ങൾ പറയുന്ന, പക്ഷേ ആളും പേരും അറിയാതെ ചില കാര്യങ്ങൾ പറയുന്നത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കും. ആ മാസം അവന് പൈസ അയക്കാൻ താമസിച്ചു. ഇവളങ്ങ് പിണങ്ങി, നാട്ടിലാണ് ഇവള് പിണങ്ങി. കാരണം എന്താ അയച്ചില്ല? പൈസ. സത്യമാണ്, അവിടെ ആവശ്യമില്ല.
പക്ഷെ 1-2 ദിവസം മുമ്പോട്ട് പോയി ഇപ്പോൾ ഇത്രയും പഴങ്ങണം. അവൻ അയക്കാനൊത്തില്ല. അവൻ പൈസ അവൻ അയച്ചു. പക്ഷേ ഇവിടെ വാട്സപ്പ് ആ ലിസ്റ്റ് തുറന്നു നോക്കിയില്ല. ദേഷ്യം പൈസ ദേഷ്യം. ഇവൻ രാത്രി വിളിക്കുക. രാത്രി ഇവൻ്റെ കോള് വരുമ്പോൾ ഇവൾ സൈലൻ്റ് ആക്കി ഇങ്ങനെ വെച്ച്, പഠിക്കട്ടെ, നീ വിളിക്കടാ, നീ വിളിക്കുക, നീ ടിങ് 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 ടിങ്. ഒത്തിരി വട്ടം വിളിച്ചു, എടുത്തില്ല. ഇവിടെ പൈസയാ അയച്ചില്ല. നേരം വെളുത്തപ്പം 10-18 മിസ് കോള്. ആങ്കാരി എൻ്റെ കോള്. ഉച്ചയായപ്പോൾ ഒരാൾ വിളിച്ചു, ഇന്നാടെ ഭാര്യയാണ്, ആണോ, മുറി ചത്ത് കിടപ്പുണ്ട്, അറ്റാക്കായിരുന്നു. ഈ അറ്റാക്ക് വന്നപ്പോഴാണ് വിളിച്ചേ. ഇന്ന് അവൾ വിഷാദ രോഗിയാണ്. ഒറ്റ ചിന്ത, കോൾ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തില്ല. ഷീ ബിക്കേം എ ഡിപ്രസീവ് പേഷ്യൻ്റ്. എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കി? സമ്പത്തിൻ്റെ പേരിൽ. ഈ സമ്പത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കരുത്, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. കിട്ടുന്ന പൈസ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കൈവച്ച് സ്വതന്ത്രം ചെയ്യണം. നന്ദി പറയണം, ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അബ്രഹാം അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഞാൻ വഴക്കിനില്ല, നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. തണ്ട് ലോകത്തിന് പറ്റിയത് കണ്ടോ? അമോന്യരും മോവാബ്യരും. ഇന്നും അബ്രഹാം അറിയപ്പെടുന്നു ആരുടെ പിതാവാ? വിശ്വാസികളുടെ പിതാവ്. സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു, വഴക്കുണ്ടാക്കാൻ പോയില്ല. ചില കാര്യങ്ങളിൽ ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും മിണ്ടാതിരുന്നാൽ തമ്പുരാൻ തെളിയിക്കും. എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്ന അറിയാമോ? അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കനാന്യരും 13-ാം അധ്യായം, അവർ അബ്രഹാമിൻ്റെ ഇടയും ലോകത്തും തമ്മിൽ പിണക്കം ഉണ്ടായി എന്ന് എഴുതിയിട്ടൊരു ഇടയ്ക്ക് വേണ്ട, അത് അവിടെ ഒരു ആയുഷ്യമേ അല്ല വാക്ക്. ഇടയന്മാരും തമ്മിൽ പിണക്കം ഉണ്ടായി അല്ലേ? അവിടെ ഒരു ലൈനുകളുടെ തിരികെ കിട്ടുന്ന ഒരു വാക്കുണ്ട്, കനാന്യരും പെരിസ്സരും അന്തേശപാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ ആര് കാണും? അതുകൊണ്ടാണ് അബ്രഹാം വിട്ടുവാഴ്ച ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ കനാന്യരും പെരിസ്സരും ഉണ്ടെന്നറിയാമോ? ആരാ? പിള്ളേര് അടിച്ചോ. കനാന്യരും പെരിസ്സരും എവിടെ ഉണ്ട്? എൻ്റെ മഞ്ഞ അവിടെ ഉണ്ട്. അവിടെ എവിടെ? വീട്ടിലുണ്ട് കനാന്യരും പെരിസ്സരും. അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സകല ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് അവരുടെ മനസ്സിലാക്കുന്ന മുറിവുകളാണ്. ഹിറ്റ്ലർ ഏറ്റവും വലിയ തെളിവാണ്. ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്, മെയിൻ കാഫ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയപ്പെട്ട ആത്മകഥയാണ്. ബാല്യം അവനെ അങ്ങനെ ആക്കിയത്. ഒരിക്കലും എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. ആരുണ്ട്? കനാന്യരും പെരിസ്സരും. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാത്ത ഒന്നും കയറരുത്, ബാധ വരും. എന്ത് കലങ്ങരുത്? ഭാഷ കലങ്ങരുത്. എവിടെ പേര് വേണം? മേളി ഉണ്ടോ? സ്വത്ത് എവിടെ കൂട്ടണം? മേളി. അച്ഛാ ഇല്ലാത്തപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആരും പറഞ്ഞില്ല. ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. പിള്ളേരോടും ചോദിച്ചു, വലിയോടും ചോദിച്ചു, മോളോടും ചോദിച്ചു, അമ്മയോടും ചോദിച്ചു. അച്ചായൻ്റെ പേരറിയാവും? അറിയത്തില്ല. പക്ഷെ ഇവർക്കെല്ലാം നടന്മാരെയും അവരുടെ ഭാര്യമാരുടെയും അവരുടെ പിള്ളേരുടെയും പേരറിയാം. അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കുറച്ച് വിറ്റിട്ട് സഭയെ കൊണ്ട് കൊടുക്കുക. വിശ്വന്നു അയ്യോ, എക്സ്കർഷൻ ഇഷ്യൂ വന്നു. എല്ലാവർക്കും കൊടുക്കണം. മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എത്ര കൂട്ടി വെച്ചാലും തികത്തൊന്നുമില്ല, ഒന്നും തികയത്തില്ല. മനസ്സിലായോ? നല്ല അസുഖം വന്നാൽ നല്ല 3-4 സ്കാൻ ചെയ്താൽ എല്ലാം പൊട്ടും, എല്ലാ FD പൊട്ടും. ഞാൻ 25 വർഷം പെങ്ങളെ കൊണ്ട് കിടന്ന എല്ലാം പൊട്ടും. അവസാനം 100 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, 10 ലക്ഷത്തിലേറെ ബില്ല്. ഞാനെന്നാൽ എൻ്റെ അപ്പനെ ഓർത്ത് സ്വോത്രം ചെയ്തു. അപ്പം കൂട്ടി വെച്ചായിരുന്നെങ്കിലും തികയത്തില്ലായിരുന്നു. പക്ഷെ അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. എവിടെ ഇടണം? മേളിലിടണം. എൻ്റെ അപ്പൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, എൻ്റെ കിട്ടിയ പൈസ, എൻ്റെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, തെറ്റിദ്ധരിക്കരുതേ.
പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും ചിലപ്പം കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികൾ ചിലപ്പോൾ പറയും പ്രിൻസിപ്പാളിനെ കൊടുക്കരുത്, അപ്പാടേലെ കൊടുക്കാമായിരുന്നു. തൂവിക്കളഞ്ഞിട്ടില്ല, അടിച്ചു പൊളിച്ചിട്ടില്ല, മലേഷ്യയിലും സിംഗപ്പൂരിലും ടൂറും പോയിട്ടില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യാൻ ഒത്തില്ല, പൈസ ഇല്ലായിരുന്നു അന്നേരം. മുമ്പേ പറഞ്ഞ പോലെ പട്ടിയുള്ളപ്പം കല്ലില്ല, കല്ലുള്ളപ്പോൾ പട്ടിയില്ല. പൈസ ഉണ്ടായിരുന്നപ്പോൾ സമയമില്ലായിരുന്നു, സമയം ഒത്തപ്പോൾ പൈസയില്ല. പക്ഷെ മേളിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, എല്ലാം നടക്കും. കഴിഞ്ഞ ദിവസം മോനെ കൊണ്ട് കോളേജിൽ ചേർക്കണം. അപ്പം ഞാൻ അവന് തുടങ്ങുമ്പോൾ ഞാനിവിടെ കാണത്തില്ല. ഞാൻ ഉറങ്ങും, ഉച്ചയ്ക്ക് വന്ന് ശകലം ഉറങ്ങിയിട്ടേക്ക് പൗർഷനിൽ പോകണം. കണ്ണിൽ ഉറക്കം കയറി അങ്ങോട്ട് വരുമ്പം വൈഫ് കൂടി വന്നിട്ട് വിളിച്ചു, അവളെങ്ങാണ്ടെന്ന് വന്നിട്ട് വിളിച്ചു, അച്ഛാ ഇന്ന് രാത്രി പോകണം. ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഞാൻ ഡയറി നോക്കിയിട്ട് വേറെ 2 ദിവസം ഒന്നിച്ച് കിട്ടുന്നതില്ല, പോയി മോൻ്റെ കോളേജ് കാണണം, ഫീസ് അടയ്ക്കണം, ഇന്ന് പോകണം. ഇന്ന് രാത്രി പോയാലേ നമുക്ക് പോകാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസം ഇല്ല അച്ഛൻ പോകുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞു പോകണം. എന്നാൽ പിന്നെ എന്താ കുഴപ്പം? പൈസ നിൻ്റെ വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല. പൈസ എങ്ങനെ? പൈസ എനിക്കറിയത്തില്ല. എന്നാൽ ശരി, ഓക്കെ, സ്വത്രം. പൗർഷ നിൽക്കുമ്പോൾ എന്നെ ഒരു അമ്മച്ചി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു സൗരം വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ ഫോൺ ഓഫാ. ഒരമ്മച്ചി വിളിക്കുന്ന അത്യാവശ്യമായിട്ട് ചെല്ലണം, മർത്തമ്മക്കാരത്തി ഒരു അമ്മച്ചിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മച്ചി 80,000 രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഒന്നിനുമല്ല തൊട്ട് പോയേക്കരുത്. എന്നിട്ട് കൂടെ ഇന്ന് മോനോട് പറഞ്ഞു വേറെ ഒന്നിനും എടുത്തേക്കല്ലേ, മോൻ്റെ ഫീസ് അടയ്ക്കണം ദൈവം എന്നോട് പറഞ്ഞു. മേളിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇനി വരും. അതുകൊണ്ട് എല്ലാവരും എവിടത്തേക്കും ഡിപ്പോസിറ്റ് ചെയ്യണം.